ഷിബിലേക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി ജന്മനാട്. കരികുളം സുന്നി ത്വാഹ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. പ്രാണനായി കൂടെ കൂട്ടിയ പ്രിയതമന്റെ കൊലക്കത്തിക്കിരയായ ഷിബിലയ്ക്ക് നാടൊന്നാകെ കണ്ണീരോടെ യാത്രാമൊഴി ചൊല്ലിയപ്പോൾ പ്രകൃതിയും കണ്ണീർ വാർക്കുകയായിരുന്നു. ഈങ്ങാപ്പുഴ കരിങ്കുളം മദ്രസയിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സുന്നി ത്വാഹ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കിയത്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഉച്ച മുതൽ നാടൊന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരുന്നു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. മൂർച്ചയേറിയ കത്തികൊണ്ട് 11 കുത്തുകളാണ് ഷിബിലയുടെ ശരീരത്തിൽ തുളച്ചു കയറിയത്. കയ്യിൽ കരുതിയ പുതിയ കത്തിയുമായി കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇന്നലെ വൈകിട്ടോടെ യാസിർ ഷിബിലയുടെ വീട്ടിലേക്ക് എത്തിയതെന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. നോമ്പ് തുറക്കുകയായിരുന്ന ഷിബിലയെയും മാതാപിതാക്കളെയും കുത്തിവീഴ്ത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ചവരെയും യാസിർ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് ദൃക്സാക്ഷി പറഞ്ഞിരുന്നു. ലഹരിക്കടിമയായ യാസിർ നിരന്തരം ശല്യപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം ഷിബില താമരശ്ശേരി പോലീസിന് പരാതി നൽകിയിരുന്നു. പുതുപ്പാടിയിൽ മാതാവിനെ കൊലപ്പെടുത്തിയ ആഷിഖുമായുള്ള കൂട്ടുകെട്ട് ഉപേക്ഷിക്കാനും ഷിബില ആവശ്യപ്പെട്ടിരുന്നു. ലഹരി ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയും തർക്കമുണ്ടായിരുന്നു. യാസിറിനെ പോലീസ് ഉപദേശിച്ചു വിട്ടെങ്കിലും കൂടുതൽ നടപടിയെടുത്തില്ലെന്ന വിമർശനവും ശക്തമാണ്. നേരത്തെ 28-ാം തീയതി കുടുംബം പരാതി നൽകിയിരുന്നു, പക്ഷെ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനാണ് ഏറ്റവും വലിയ ഗൗരവമായിട്ടുള്ള ഒരു വിഷയം. ഈ ഉമ്മയെ കൊന്ന പ്രതി ഈ പ്രതിയുടെ സുഹൃത്താണ്. ഈ ഫോട്ടോ ഈ ഭാര്യ കണ്ട സമയത്ത് പോലീസിൽ പരാതി കൊടുത്തതാണ്. എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്ന് ആക്രമണം നേരിടുന്നുണ്ട്, അതിൻ്റെ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. പക്ഷേ ആ പരാതിയുടെ മേലിൽ ഒരു നടപടിയും പിന്നീടുണ്ടായിട്ടില്ല. അന്ന് എന്തെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത് തടയാമായിരുന്നു. വലിയ രീതിയിൽ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ലഹരി മരുന്നിൻ്റെ ഒരു വ്യാപകമായ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ തരത്തിലില്ല, പക്ഷേ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഈ തരത്തിലുള്ള ഒരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ശരിക്ക് ഈ നാട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇത് ഇന്നലെ 10 മണിയാകുമ്പം എൻ്റെ ഭാര്യ എന്നെ വിളിക്കുകയാണ്, നിങ്ങളെവിടെയാണ്, പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എത്ര വൈകി കഴിഞ്ഞാലും ഇന്ന സമയത്തെ വരും എന്ന് പറഞ്ഞാൽ ഒരു പേടിയും കൂടാതെ വീട്ടിൽ കിടക്കുന്ന ആളാണ്. പക്ഷേ എല്ലാ വീട്ടിലെയും സ്ഥിതി ഇന്നലെ ഇത് തന്നെയാണ്. ഉറങ്ങാതെ കിടന്ന് അത്രക്കും ഭയാനകരമായ ക്രൂരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലെടുത്ത് പറയേണ്ടത് 3 വയസ്സുള്ള കൊച്ചുമകളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രതി ഈ കൃത്യം, ക്രൂരമായ രീതിയിലുള്ള ഈ ഒരു കൃത്യം ചെയ്തിട്ടുള്ളത്. അപ്പം എത്രമാത്രം ഈ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഒരു മകളെപ്പോലും, ഈ കൊച്ചുമകളെപ്പോലും തൻ്റെ മകളാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഈ പ്രതി ഈ ലഹരി ഉപയോഗിച്ച് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രൂരമായ രീതിയിലുള്ള കൊലപാതകം നടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളോട് പറയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തു? ഇല്ല, ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നു. നോമ്പ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ഇവർ ഈ തരത്തിലൊരു പ്രശ്നമുണ്ട്, ഒന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീട്ടുകാരാണ് മഹല്ല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടത്. പക്ഷേ പ്രതിയുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ ഇതിനോട് സഹകരിക്കാതെയും വരാതിരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. 28-ാം തീയതി കൊടുത്ത ആ പരാതിക്ക് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ഉണ്ടാവില്ലായിരുന്നു. എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. കാരണം സമീപകാലത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങൾ, ഈ കൊലപാതകങ്ങൾക്കൊക്കെ തന്നെ ഇരയായവർ തങ്ങൾക്ക് ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുകയും ആ പരാതിയിൽ ഒരു നടപടിയും ഇല്ലാത്തതിൻ്റെ പേരിലാണ് പല കൊലപാതകങ്ങളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ആ സമാനമായ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. ചേട്ടാ, ഈ കുടുംബത്തെ നേരത്തെ അറിയുമോ? ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഞാൻ കുറച്ച് തൊട്ടപ്പുറത്തെ പ്രദേശത്താണ്, ഇവിടെ വന്നതാണ്. പക്ഷേ ഇവൻ്റെ കൂട്ടുകാരൻ ആണ് അടിവാരത്തിന് മുമ്പ് ഉമ്മനെ വെട്ടിക്കൊന്ന് ഇവൻ്റെ കൂട്ടുകാരനെ പ്രതിയാണ്. പോലീസിൻ്റെ ഒരു അനാസ്ഥ ഇതിലെങ്ങനെ? അനാസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസിനെ പറ്റി നേരത്തെ കൊടുത്ത് പരാതി അന്വേഷിക്കുന്നെങ്കിൽ ചിലപ്പോൾ തടയാമായിരുന്നു. പോലീസ് എത്ര പല കേസുകളും ബന്ധപ്പെടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് പോലീസ് കുറച്ച് ശ്രദ്ധ കാണിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആക്രമണത്തിന് ശേഷം കാറുമായി കടന്നു കളഞ്ഞ യാസിറിനെ മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ചാണ് ഇന്നലെ രാത്രി നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ഷിബിലയെ കുത്താൻ ഉപയോഗിച്ച കത്തിയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ആക്രമണ സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ ഷിബിലയുടെ മാതാപിതാക്കൾ ആശുപത്രിയിൽ തുടരുകയാണ്.
ജനം, കോഴിക്കോട്.